വിൽസൺ അലക്സ് സ്വാഗതം. ഞാൻ ഷെഫി പോഞ്ഞാൽ. യമഹയുടെ ഷോറൂമിൽ വന്നാൽ നമുക്ക് 2024 ഏതൊക്കെ വാഹനങ്ങളാണ് വാങ്ങാനായിട്ട് പറ്റുക, എത്രയ്ക്കാണ് അതിൻ്റെ വില വരുന്നത്, വില ഓഫേഴ്സ് ഉണ്ടോ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്തുള്ള ശ്രീ വിഘ്നേശ്വര മോട്ടോഴ്സ് എന്ന് പറയുന്ന യമഹയുടെ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് യമഹയിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയൊരു സ്കൂട്ടർ സെഗ്മെൻ്റ് ആണെങ്കിൽ ഒരു 3 മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈക്കിൽ നമുക്കൊരു 3 മോഡൽസ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ കുറേ സബ് വേരിയൻസ്, സ്പോർട്ട് വേരിയൻസ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയൻസ്, കളർ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് ഓരോന്നിൻ്റെ റേറ്റ്, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു കിടിലൻ ഡിസ്പ്ലേ ഉള്ളൊരു ഷോറൂമാണ് കേട്ടോ. ഇത് പുറത്ത് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കൂട്ടറിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ റേസെറ്റ് ഇരിക്കുന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. റേസെറ്റ് ആർ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും. അതായത് ഒന്ന് ഡ്രമ്മ്, അതുപോലെ തന്നെ ഡിസ്ക് എന്നിങ്ങനെ. ഡ്രം ബ്രേക്കുകൾ നമ്മൾ ഈ കാണുന്നത് ഡ്രം ബ്രേക്കുകളാണ്. അതിന് നമുക്ക് ഹാലജൻ ആയിരിക്കും ഹെഡ് ലാംപ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ മീറ്ററൊക്കെ നമുക്ക് അനലോഗ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്, ഡിജിറ്റലൊന്നുമില്ല. അതിൽ ബേസിക് ആയിട്ടുള്ളൊരു വാഹനമാണ് വരുന്നത്. എഞ്ചിന് കാര്യങ്ങൾ സ്പെക്കിലൊന്നും മാറ്റില്ല കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം റേസറിന് വരുന്നത് 1,10,000 രൂപയ്ക്കാണ് ഈ കാണുന്നൊരു മോഡലിന് വരുന്നത്. ഇനി ഡിസ്കിലേക്ക് വന്നാൽ അതിൽ തന്നെ 3 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു മോഡൽ. LED ലൈറ്റ്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്ററൊക്കെ നമുക്ക് ഡിജിറ്റൽ മീറ്റർ ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഏകദേശം 8,000 രൂപയാണ് അതിനേക്കാളും കൂടുതൽ നമുക്ക് വില കൊടുക്കേണ്ടി വരുന്നത്. 1,18,000 രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് കേട്ടോ ഏകദേശം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ്, ഡിലക്സ്, സ്ട്രീറ്റ് റാലി എന്നിങ്ങനെ 3 വേരിയൻറ്റും വരുന്നുണ്ട്. അതായത് ഡിസ്ക് ഉള്ളതിൽ. ഡ്രമ്മിൽ ആ ഒരു ഒറ്റ വേരിയൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കളേഴ്സിൻ്റെ ചേഞ്ചസ് ആണ് വരുന്നത്. പിന്നെ സ്ട്രീറ്റ് റാലി എന്ന് പറയുന്ന മോഡലിൽ വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമുക്ക് ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഇവിടെ അല്ല, റോഡിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് റേസറിൽ ഒരു ഹാൻഡ് ഗാർഡൊക്കെ വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഹാൻഡ് ഗാർഡൊക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത്, സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 3 കളേഴ്സിൽ കിട്ടും. അതിൽ പിന്നെ ടയറും മാറ്റമുണ്ടാവും കേട്ടോ. ബ്ലോക്ക് പാറ്റേൺ ടയറാകും. കുറച്ചുകൂടി ഒരു ഓഫ് റോഡർ ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈൻ തീമിൽ വരുന്നൊരു മോഡലാണെന്ന് പറയാം. അത്തരത്തിലാണ് നമുക്ക് റേസഡാറിൻ്റെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത്. റേസഡാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 125 cc എഞ്ചിൻ വരുന്നതാണ്. അതുപോലെ തന്നെ 8.2 PS ഒക്കെയാണ് പവർ വരുന്നത്. 55 മുകളിൽ നമുക്ക് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കും. കാരണം ഹൈബ്രിഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് കസ്റ്റമേഴ്സിന് 70 കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 55+ മൈലേജ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ വെയിറ്റും കുറവാണ്, അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ അധികം വലിയ ശരീര കാര്യങ്ങളില്ലാത്തവരും അല്ലെങ്കിൽ ലേഡീസ് യൂസ് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 99 കിലോഗ്രാം ഭാരം വരുന്നുള്ളൂ. അത്ര നമ്മൾ കാണുമ്പോൾ വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. അതൊക്കെയാണ് പ്രധാനമായിട്ട് റേസറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഫാസിനോ ആണ് അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ. ഫാസിനോയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രമ്മ്, ഡിസ്ക് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. അതിലും വേരിയൻസും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നൊരു ഫാസിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രമ്മ് ബ്രേക്കോട് കൂടി വരുന്നൊരു ഓപ്ഷനാണ്. അതിപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരു ഷോറൂമിനകത്തില്ല കേട്ടോ, പുറത്താണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് 1,06,000 രൂപയാണ് ഓൺ റോഡ് വില വരുന്നത്. അതുപോലെ തന്നെ ഇനി ഡിസ്കിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡിലക്സ് ഉണ്ട്, സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. അങ്ങനെ 3 വേരിയൻറ്റ് ഡിസ്കിൽ തന്നെ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള മാറ്റം ആ ഒരു കളർ ഓപ്ഷൻസ് ആണ്. പിന്നെ ഡിസ്കിലേക്ക് വരുമ്പോൾ മീറ്ററും അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒക്കെ LED ആവും. അങ്ങനെയുള്ള ചേഞ്ചസ് വേറെയും വരുന്നുണ്ട് എന്നുള്ളത്. കുഞ്ഞു മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ 1,17,000 രൂപയാണ് അതിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈസ് ഡിഫറൻസും വരുന്നത് എന്ന് പറയാം. എഞ്ചിൻ സ്പെക്കൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ റേസഡാറിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണുള്ളത്. അതായത് സെയിം എഞ്ചിനാണ് നമുക്ക് ഫാസിനോയിൽ ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജും നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ നമുക്ക് ലഭിക്കും. വെയിറ്റും 99 കിലോ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ 2 ഡിസൈനുള്ള വാഹനങ്ങൾ എന്ന് പറയാം. ചിലർ കുറച്ച് ബൾക്കി ആയിട്ടൊക്കെ ഉള്ളൊരു മോഡൽസ് ഇഷ്ടമുള്ളവർക്ക് റേസെറ്റ് പരിഗണിക്കാം. അല്ല കുറച്ചൊരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് വേണ്ടെങ്കിൽ ഫാസിന് പരിഗണിക്കാം. ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഏത് കാറ്റഗറി ആൾക്കാർക്കുള്ളൊരു വാഹനം യമഹയിൽ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2,000 രൂപയോളാണ് നിലവിൽ നമുക്ക് ഈ വാഹനങ്ങൾക്ക് ക്യാഷ് ഓഫറായിട്ട് ലഭിക്കുന്നത്. അതുപോലെ അതിനേക്കാൾ വലിയൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ റേസഡാർ ആണെങ്കിലും ഫാസിനാണെങ്കിലും നമുക്ക് ഇറക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഓഫറല്ല, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്കൂട്ടർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന മോഡൽസ് കൂടിയാണ് എന്ന് പറയാം. പിന്നെയുള്ളത് നമുക്കിത് എയറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. അത് നമുക്ക് അതിനെക്കുറിച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് എന്നുള്ളത്. ഏകദേശം 155 cc ഒക്കെ എഞ്ചിൻ വരുന്ന നമ്മുടെ വിഖ്യാതമായിട്ടുള്ള യമഹയുടെ ടെക്നോളജി ഒക്കെ ഉണ്ട്. VVA എന്ന് പറയുന്നത് അതൊക്കെ ഉപയോഗിക്കുന്നതാണ്. വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വരുന്നൊരു നമ്മുടെ മാക്സി സ്കൂട്ടറാണ് വന്നിട്ടുള്ളത്. ഇത് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്: ബ്ലൂ, സിൽവർ, ഗ്രേ, ബ്ലാക്ക് എന്നിങ്ങനെ. അതിൽ നമുക്കിപ്പോൾ 2024 അപ്ഡേറ്റ് കൂടി യമഹ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബോർഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് വിത്ത് സ്മാർട്ട് കീ.
ദമാക്സ് സ്പോർട്സ് സ്കൂട്ടർ ഇൻട്രോഡ്യൂസിംഗ് വേർഷൻ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മാർട്ട് കീയോട് കൂടി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എയറോക്സിന്റെ വില നോക്കുകയാണെങ്കിൽ 1,88,000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്മാർട്ട് കീ ഒക്കെ വരുന്ന 2024 എഡിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1,92,200 ഒരു 4,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് സ്മാർട്ട് കീ കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് എയറോക്സ് വരുന്നത്. എയറോക്സ് പക്ഷേ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഏകദേശം ഒരു ഡൗൺ പേയ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ എയറോക്സും നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 3 മോഡൽസാണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇനി ബൈക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് FC എന്ന് പറഞ്ഞു, FC ഉണ്ട്, നമുക്ക് MT ഉണ്ട്, അതുപോലെ R15. ഇതാണ് പ്രധാനമായിട്ട് 3 മോഡൽസ്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തീരില്ല, കാരണം FC തന്നെ പല വേരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നോർമൽ FC എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് 1,48,000 രൂപയാണ് അതിന് വില വരിക. അത് പുറത്താണ് നിൽക്കുന്നത് കേട്ടോ, അകത്ത് ഇട്ടിട്ടില്ല. അതിന് ബ്ലാക്ക് ബ്ലൂ ഈ 2 കളറിലേ ലഭിക്കുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഡ്യുവൽ ഡിസ്ക് ഒക്കെ ഉണ്ട്, പക്ഷേ സിംഗിൾ ചാനൽ ABS ആണ് ഉണ്ടായിരിക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ FCS ആണ്, വേർഷൻ 3 എന്ന് പറയുന്ന ഒരു മോഡലാണ്. നമ്മൾ ഒരുപാട് റോഡിൽ കാണുന്നതാണ്. അതിന് 1,57,000 രൂപയാണ് വരിക. പ്രധാനമായിട്ട് ആ ഒരു ബേസ് വേരിയന്റ് വ്യത്യാസം എന്ന് വെച്ചാൽ FC എന്നുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ പഞ്ച് ചെയ്ത രൂപത്തിലായിരിക്കും ആ ഒരു ബ്രാൻഡിങ് ഒക്കെ ലഭിക്കുക എന്നുള്ളതാണ്. ഇനി V4 എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് വരുന്നുണ്ട്. അതിൽ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. അത് FCSന്റെ V4 എന്ന് പറയുന്നത് 1,63,000 ആണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ ഹെഡ്ലൈറ്റിലെ ഡിഫറൻസ്, ഇൻഡിക്കേറ്റർ LED അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമുക്ക് ആ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞിട്ടാണ് FCX എന്ന് പറഞ്ഞിട്ട് ഏറ്റവും FCയുടെ ആ ഒരു ലൈനപ്പിൽ അവസാനമായിട്ട് അവതരിപ്പിച്ച് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മോഡൽ വരുന്നത് 1,74,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ്. അതായത് FCയുടെ ആ ഒരു ലൈനപ്പിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വരുന്ന വാഹനമാണ് FCX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കുറേ ആക്സറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3,000 രൂപയോളം ക്യാഷ് ഓഫർ നമുക്ക് FC എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞാൽ നമുക്ക് ചില ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമുക്കിവിടെ 23 മാനുഫാക്ചർ ഇയറിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ ഓഫറിൽ, ഇപ്പോൾ ഇത് 3,000 ആണെന്നുണ്ടെങ്കിൽ അതിലും മേലെ ഓഫറിൽ നമുക്കൊരു MY23 മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ അറിയാൻ താഴെ കൊടുത്ത നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ FCയുടെ ഏത് മോഡൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാം എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട 2 മോഡൽസിലുള്ള ഒരെണ്ണം MT ആണ്. MT നമുക്ക് 2 രീതിയിൽ കിട്ടും. ഒന്ന് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഒന്ന് ഡിലക്സ് എന്നിങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന ഒരു MT15 എന്ന് പറഞ്ഞാൽ 2,14,000 രൂപ നമുക്ക് സ്വന്തമാക്കാം. ഇതല്ല കേട്ടോ, അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ LED ആവില്ല. അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ലുക്കിൽ കാര്യമായിട്ട് മാറ്റുന്നില്ല, പക്ഷേ ബ്ലാക്ക് കളറിൽ മാത്രമേ ഒരു സ്റ്റാൻഡേർഡ് വേരിയന്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഡിലക്സിലേക്ക് പോയാലാണ് നമുക്ക് 4 കളർ ഓപ്ഷൻസിലേക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഡിലക്സ് ആണ്. ഇതിൽ മീറ്ററൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള മീറ്റർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ LED ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് പ്രധാന ചേഞ്ച്. അതിലേക്ക് വരുമ്പോൾ 5,000 രൂപ നമുക്ക് കൂടുതൽ വരും. 2,19,000 രൂപ. ഇത്രയും കളർ ഓപ്ഷൻസ് ഇതേ ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും 4 കളർ ഓപ്ഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒറ്റ കളറേ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരാണ്, ബ്ലൂടൂത്ത് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ 5,000 രൂപ ലാഭിച്ച് അത് എടുക്കാം. അതല്ലെങ്കിൽ 5,000 രൂപ കൂടി എന്തായാലും 2 ലക്ഷം മുടക്കാണ്. 5,000 കൂടി കൊടുത്ത് ഇഷ്ടപ്പെട്ട കളറും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി LED ലൈറ്റ് ഒക്കെ ആയിട്ടുള്ളൊരു MT15 എടുക്കാം. MT15 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ടും സാധിക്കും. അതിൻ്റെ ഒരു സ്പെക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 155 cc ആണ് വരുന്നത്. 18.4 PS ആണ്. 10 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. നമുക്കറിയാം യമഹയിലാണ് ഏറ്റവും പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജും ഒരുമിച്ച് കിട്ടുന്ന വാഹനങ്ങളുള്ളത് എന്നുള്ളത്. അത് MT ആണെങ്കിലും R15 അങ്ങനെ തന്നെ. പെർഫോമൻസും ഉണ്ട്, മൈലേജും ഉണ്ട്. അപ്പോൾ ഏകദേശം വെയിറ്റ് ഒക്കെ നമുക്ക് 141 കിലോഗ്രാമൊക്കെയാണ് MTയുടെ വെയിറ്റ് വരുന്നത്. പിന്നെയാണ് നമ്മുടെ ഏറ്റവും കിടിലം വേരിയന്റ് വരുന്നത്, നമ്മുടെ മോഡൽസ് വരുന്നത് R15 ആണ്. R15 നമുക്ക് പ്രധാനമായിട്ട് 3 മോഡലുകളാണ്. ഒന്ന് R15 V3 ഉണ്ട്, അതുപോലെ V3S എന്ന് പറയുന്ന വേരിയന്റ് ഉണ്ട്. പിന്നെ R15 V4 ഉണ്ട്, അതുപോലെ തന്നെ M ഉണ്ട്, R15 M ഉണ്ട്. അങ്ങനെ 3 വേരിയന്റാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ R15 എടുക്കുന്നവർക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു വാഹനം എന്ന് പറഞ്ഞാൽ R15 V3S എന്ന് പറയുന്നതാണ്. 2,11,000 രൂപയാണ് ഓൺ റോഡ് വില വരിക. ബ്ലാക്ക് കളറിൽ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. ഇനി V4ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡ്, ബ്ലാക്ക് അങ്ങനെയുള്ള ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതിൽ വിലയും വ്യത്യാസമുണ്ട്. 2,30,000 രൂപയാണ് റെഡിന് വരുന്നത്. ബ്ലാക്കിലേക്ക് വരുമ്പോൾ 2,31,000 രൂപ. 1,000 രൂപ ഡിഫറൻസ് നമുക്ക് കളേഴ്സിനനുസരിച്ച് വരും. പിന്നെ ബ്ലൂവും വൈറ്റും ആണെന്നുണ്ടെങ്കിൽ 2,36,000 രൂപ. അപ്പോൾ ഒരു 6,000 രൂപ കൂടുതൽ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കാണുന്ന പോലെ ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ്, ഒരു വൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കളറിനല്ല 5,000 രൂപ കൂടുതൽ കൊടുക്കുന്നത്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ആഡായി വരുന്നുണ്ട്. ബ്ലൂവും വൈറ്റിലും ക്വിക്ക് ഷിഫ്റ്റർ വരുന്നതുകൊണ്ട് നമുക്ക് 2,36,000 രൂപയായിട്ട് വില വർദ്ധിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതാണ് R15ന്റെ ഒരു കാര്യങ്ങൾ വരുന്നത്.
അതുപോലെ നമുക്ക് എം അതെ അവിടെ നിൽക്കുന്നത് എം ആണ് കേട്ടോ. R15 എമ്മിലേക്ക് വന്ന 2,47,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. നമുക്ക് TFT ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട്, LED ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മീറ്റർ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാനായി സാധിക്കും ഒരു TFT ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ R15M എന്നുള്ള ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ലഭിക്കും. കുറച്ചുകൂടി ഈ ഒരൊറ്റ കളറിലേക്ക് കിട്ടുള്ളൂ, അതായത് ഒരു സിൽവർ അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ മാത്രം നിലവിൽ നമുക്ക് R15M എന്ന് പറയുന്ന വേരിയൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ R15 പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ MT പറഞ്ഞപ്പോഴും നമ്മൾ ഓഫറിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലേ, കാരണം വേറൊന്നുമല്ല, പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയാത്തത്. അപ്പോൾ സെയിം R15 ആണെന്നുണ്ടെങ്കിൽ MT ആണെങ്കിൽ സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഏകദേശം 35,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ R15 നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ 2024 EMIയിൽ പോയാൽ നമുക്ക് കിട്ടുന്ന വണ്ടികൾ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെട്ട, കാണാൻ ഇഷ്ടപ്പെട്ട മോഡൽ ഇതിലൊന്നിലുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നല്ല കിടലിൻ്റെ ഓഫറിൽ നല്ല സ്കീമിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ സ്വന്തമാക്കാം. വണ്ടികളെല്ലാം റെഡി സ്റ്റോക്കാണ്. കാരണം പുറത്തെ ഒരു വിഷയങ്ങളൊക്കെ ഇഷ്ടംപോലെ വണ്ടികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഫൈനാൻസ് ഇട്ടാണെങ്കിൽ അതിനുള്ള ടൈം കാര്യങ്ങളും രജിസ്ട്രേഷൻ പ്രോസസ്സിന് ടൈം മാത്രമേ എടുക്കുള്ളൂ. വാഹനം പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് EMIയുടെ വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.